ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെൽഫെയർ പാർട്ടിയുമായുള്ള ബാന്ധവം ആരുടെ വെൽഫെയറിന്? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി, ആ പാർട്ടിയുടെ പിന്തുണ കിട്ടിയെങ്കിൽ മാത്രമാണോ അടുത്ത ഇലക്ഷനിൽ UDF ജയിക്കാൻ സാധിക്കുകയുള്ളൂ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ വർഗീയതയ്ക്കെതിരെ വീരാളിപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് വലിയ പഞ്ച് ഡയലോഗ് അടിക്കുമെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്രയ്ക്കങ്ങ് ആവേശം പോരാ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അവർ ആ ഒരു മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറയുവാൻ VD സതീശന് സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ആ ഒരു സംഘടന അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനകളൊക്കെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, സംഘർഷങ്ങൾ, അതിക്രമങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ യുവജന പ്രതിനിധി ശ്രീ അമൽ ശ്രീക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവാണ് എന്നാണ് അദ്ദേഹം പ്രൊഫൈലിൽ പറയുന്നത്. അദ്ദേഹം 5 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ? പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ. അതിന്റെ ആസ്ഥാനം മദീനയായിരുന്നു. ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് അത് സ്ഥാപിതമായത്. അതിന്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു, തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു, തങ്ങളുടെ നാടിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയായിരുന്നു മദീനത്തു നബി. അതൊരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു. അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 15% മാത്രമായിരുന്നു. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ 4% താഴെയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നമുക്കങ്ങ് സ്വീകരിച്ചേക്കാം. നമുക്ക് ആ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നമുക്കങ്ങ് പഠന വിധേയമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ. ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്ലാമില് ഒരു മനോഹരമായ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. തക്കിയ എന്നാണ് അവന് പറയുന്നത്. ഈ തക്കിയ എന്ന് പറഞ്ഞാൽ എവിടെയും നുണ പ്രയോഗിക്കാം എന്നുള്ളതാണ്. നുണ അവർക്ക് അവരുടെ മതത്തിന് ഗുണകരമായ രീതിയിലാണെങ്കിൽ ആ നുണ എവിടെ വേണമെങ്കിലും പറയാം എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ മദീനയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, അതായത് മുഹമ്മദ് നബീനെ മദീനക്കാര് മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ പോയിട്ട് അദ്ദേഹം ഒരു വലിയ സത്ഭരണം കാഴ്ചവെച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. ഈ മുഹമ്മദ് നബിക്ക് താനൊരു നബിയാണെന്ന് തോന്നിയത് അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 610 AD 610 മുഹമ്മദ് നബിക്ക് താനൊരു നബിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം മക്കക്കാരനാണ്. അപ്പൊ മക്കയിലെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേര്, എല്ലാം ഗോത്രങ്ങളാണ്. ഗോത്രത്തിന്റെ പേര് ഖുറൈഷി എന്ന് പറയുന്ന ഗോത്രമാണ്. അപ്പൊ ആ ഗോത്രത്തിലെ ഇദ്ദേഹം തനിക്ക് റെവലേഷൻസ് കിട്ടി, താൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ അവിടുത്തുകാരെ പുച്ഛിക്കാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 622 ഈ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഖുറൈഷി ഗോത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളായി അദ്ദേഹത്തിന് കൂടെ കിട്ടിയ ആളുകളെയും കൊണ്ട് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, കുടിയേറുകയാണ് ചെയ്തത്. ഈ കുടിയേറിയ ആളുകളെ അവിടെ ഉണ്ടായിരുന്ന ജ്യൂസും പാഗൻ മതക്കാരും ഇവരെ സഹർഷം സ്വീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് അവരുടെ മര്യാദയാണ്. അവരുടെ മര്യാദയുടെ പേരിൽ അവിടെ എത്തുകയും ഇദ്ദേഹം കച്ചവടക്കാരനും എക്സ്പോഷർ ഉള്ള ആളും എന്ന നിലയിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ വിഷയങ്ങൾ തീർക്കുന്ന ഒരാള് എന്ന നിലയിൽ അവിടെ എത്തിപ്പെട്ട് ഒരു നിയമം എഴുതി ഉണ്ടാക്കുന്നു. അത് മദീനയുടെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നിയമമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മദീനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മക്കയെ ആക്രമിക്കുന്നു, പലവട്ടം ആക്രമിക്കുന്നു, പരാജയങ്ങളും ജയങ്ങളും ഉണ്ടാകുന്നു. 629 ആത്യന്തികമായി ഇദ്ദേഹത്തിന് മെക്ക കീഴടക്കാൻ സാധിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഖുറൈഷി ഗോത്രത്തിനെ വധിച്ച് ഇദ്ദേഹം 629 മെക്ക കീഴടക്കും. അപ്പൊ അതിനിടയിലൂടെ ഈ മെദീനയ്ക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ മെദീന സംഭവിച്ചത് ഈ 622 ഇദ്ദേഹം മെദീനയിൽ എത്തുന്നത്. അവിടുത്തെ പ്രമുഖ ജൂതഗോത്രമായ ബാനു ക്വാനുക്ക എന്ന് പറയുന്ന ഗോത്രത്തെ 624 തന്നെ അവസാനിപ്പിച്ചു. ആ ഗോത്രത്തെ ആക്രമിച്ചു കൊല്ലുവാൻ ഇദ്ദേഹം പറഞ്ഞ കാരണം
ഇദ്ദേഹം അവിടെ എഴുതി ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന് പറഞ്ഞ സംഗതി അനുസരിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ബാക്കിയുള്ള ഗോത്രങ്ങളെയും പാഗൻ മതങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇദ്ദേഹം ആ ഒരു ജൂയിഷ് ഗോത്രത്തെ, ബാനു കൊനുക്ക എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രത്തെ അവസാനിപ്പിച്ചു. അപ്പൊ ഒരെണ്ണം തീർന്നു കിട്ടി. 625 തന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നതിന്റെ പേരിൽ ബാനു നാദിർ എന്ന് പറയുന്ന ജൂയിഷ് ഗോത്രത്തെ അദ്ദേഹം അവസാനിപ്പിച്ചു മീൻസ് പുരുഷന്മാരെ കൊന്നു തീർക്കുന്നു, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്നു. ഇതാണ് മനോഹരമായ പരിപാടി. എന്നിട്ട് അവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇനി 628 10,000-ഓളം ജൂതന്മാർ അധിവസിച്ചിരുന്ന ഖൈബർ കോട്ട, അതും അദ്ദേഹം കീഴടക്കുന്നു. അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത് അവിടെയുള്ള പാഗൻ മതക്കാരുമായി ചേർന്ന് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നാണ്. അപ്പൊ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ ഗോത്രങ്ങളെയൊക്കെ ആക്രമിച്ച് മക്ക കീഴടക്കുന്നതിന് മുൻപ് തന്നെ മദീനയിലെ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നു തീർത്തു എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ 15% പോലും ഇല്ലാത്തിടത്ത് മുഹമ്മദ് നബി മര്യാദ കാട്ടിയ കാര്യം. അപ്പൊ ഇതൊക്കെ ഇന്റർനെറ്റ് വായിക്കാൻ കിട്ടുന്ന കാര്യങ്ങൾ. ആരെ പറ്റിക്കാൻ അയാൾ നിൽക്കുന്നത്? ഈ അറബിയിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു കാലത്ത് മനുഷ്യർക്ക് ഒന്നും മനസ്സിലാകുകയായിരുന്നു. ഇവർ പറയുന്ന കഥ ഏതാണ്ട് എല്ലാവരും അങ്ങ് വിഴുങ്ങുമായിരുന്നു. ഇന്ന് എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ഇത്തരം ഇൻഫർമേഷൻ ഉണ്ട് എന്ന് ഈ നുണ പറയുന്ന സുഹൃത്ത് മനസ്സിലാക്കണം. ഇത് പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നതല്ലേ. ഈ പറയുന്ന കാരക്കുന്നിന്റെ പാർട്ടി ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ബംഗ്ലാദേശിലുണ്ട്. ഇവരുണ്ട് പാകിസ്ഥാനിൽ ചെയ്ത പണി, അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത പണി, ലോകം മുഴുവൻ ചെയ്ത പണി എന്താണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്ന് നോക്കിയാൽ മതി. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നില്ല എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളൊക്കെ നേരത്തെ കൊന്ന് തീർത്തതാണ്. ക്രിസ്ത്യാനി ഒന്നും ബാക്കിയില്ല. അപ്പൊ അവിടെ കൊല്ലാൻ കുറച്ച് ഹിന്ദുക്കൾ ബാക്കിയുണ്ട്. ആ ഹിന്ദുക്കളെ ഒന്നൊന്നായിട്ട് കൊന്നൊടുക്കി മരത്തിൽ കെട്ടിത്തൂക്കി കത്തിക്കുന്ന കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാരക്കുന്നിന്റെ ആളുകളുടെ മര്യാദയുടെ ഭരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒരു കാര്യത്തിലും ഈ കാരക്കുന്നിനോട് ബഹുമാനമുണ്ട്. അദ്ദേഹം നുണ പറയുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മതത്തിന്റെ പേര് തക്കിയ പറയും. പക്ഷെ കേരള കാര്യത്തിൽ പുള്ളി നുണ പറയാതെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് മതരാഷ്ട്രം അല്ലാതെ പറ്റൂല, നമുക്ക് മതരാഷ്ട്രം പറ്റൂ. ഈ സതീശൻ പറഞ്ഞു പിന്നെ നമ്മള് ഈ പറയുന്ന ഈ വെൽഫെയർ പാർട്ടിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞപ്പം ഇയാൾ പറഞ്ഞു, സത്യം പറഞ്ഞു, ഞങ്ങൾ അത് ഉപേക്ഷിക്കൂല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് മതമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. മതം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രമാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് മൗദൂദി എന്നാണെന്ന് നമുക്കറിയാം. ഈ മൗദൂദി എന്ന് പറയുന്ന ആള് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയുന്ന ആളാണ്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്ലാമിന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല. ഒരു ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ അവനൊരു ഇസ്ലാമിക മതരാഷ്ട്രത്തിൽ ജീവിക്കണം. അപ്പൊ ഇയാൾ പറയുന്നത്, ഈ പറയുന്ന കാരക്കുന്ന് പറയുന്നത് ഈ പിന്നെ ഇവരുടെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനുള്ള ഇമാമിനെ നൽകേണ്ടത് ഖലീഫയാണ്, അല്ലെങ്കിൽ ഖലീഫ നിശ്ചയിക്കുന്ന ഗവർണറാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു മേൽക്കൈ ലഭിക്കുകയാണെങ്കിൽ എവിടെ മേൽക്കൈ ലഭിച്ചാലും ആ മേൽക്കൈ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവർ അത് ഒരു ഖലീഫയെ കൊണ്ടുവരിക, അതാണ് ഭരണം കൊണ്ടുവരിക. ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മറ്റുള്ള ആളുകൾ മുഴുവൻ മുസ്ലിം ഇസ്ലാം മതത്തിൽ ചേരണം. ചേർന്നില്ലെങ്കിലും അവരുടെ പിന്നെ ടെക്നിക്കുകളൊക്കെ നമുക്കറിയുന്നതാണ്. ലോകത്തിൽ എല്ലാ കാലത്തും അപ്ലൈ ചെയ്തൊരു ടെക്നിക്കുണ്ട്. ആദ്യം ജസിയ എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾ ഫീസ് കൊടുക്കണം. ആ ഫീസ് കൊടുത്ത് നിങ്ങൾ ഇതിൽ ചേർന്നതിന് ശേഷം ഒന്നൊന്നായിട്ട് പിന്നീട് കുറെ നാൾ ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണം മതത്തിൽ ചേരാം, ഇല്ലെങ്കിൽ നിങ്ങളെ അവർ തട്ടിക്കളയും. ഇതാണ് പരിപാടി. അപ്പൊ അങ്ങനെയാണ് ഈ രാജ്യം ഇവര് നടക്കുന്ന അല്ലെങ്കിൽ ഇവര് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള രാജ്യങ്ങളിലൊക്കെ മറ്റു മതസ്ഥരെ ഇല്ലാതെ ആയിപ്പോയതിന് ഒരേ ഒരു കാരണം ഈ ടെക്നിക്കാണ്, മുഴുവൻ ആളുകളെയും മുസ്ലിം ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുഴുവൻ ആളുകളെയും മുസ്ലിം ആക്കിക്കൊണ്ട് അവരുടെ സ്വർഗോന്മുഖമായ അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ സ്വർഗത്തിലേക്കുള്ള ആ യാത്രയ്ക്ക് ആവശ്യമായ ഇവിടുത്തെ പിന്നെ മതപുരോഹിതന്മാരെയൊക്കെ ഭരണാധികാരികൾ തന്നെ നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്നാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പരസ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെയല്ലേ എന്ന് സതീശൻ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാവങ്ങളാണ്. എത്രയൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഞാൻ വർഗീയവാദിയാണ്, ഞാൻ മുസ്ലിമിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് എന്ന് വിളിച്ചു പറഞ്ഞാലും സതീശൻ പറയും അവരങ്ങനെയൊന്നുമല്ല. മറ്റേ മതമാണ് പ്രധാനമെന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞാലും സതീശൻ പറയും അവരെങ്ങനെയൊന്നുമല്ല, അവർക്ക് മതം ഒരു പ്രശ്നമേ അല്ല, അവർ ചുമ്മാ നടക്കുന്നവരാണ്, എത്രയോ നല്ല മനുഷ്യരാണ്. ആകെ ഈ വർഗീയവാദി എന്ന് പറയുന്നത് ഈ കൊറലങ്ങാട്ടെ പള്ളിയിൽ പോയിട്ട് ഈ ലവ് ജിഹാദിനെ കുറിച്ചോ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചോ ഒക്കെ പറയുന്നതിന് എത്രാനുണ്ടല്ലോ, ആ പുള്ളിയാണ് വലിയ മുന്തിയ വർഗീയവാദി, അല്ലാതെ ഇവര് വർഗീയവാദികളെ അല്ല എന്നുള്ളതാണ് സതീശന്റെ വാദം. ഞാൻ ശ്രീ ജോൺസൺ കൊച്ചോർമലിലേക്ക് വരികയാണ്. നമുക്കറിയാം ഈ ഇസ്ലാമിക രാഷ്ട്രം അതെന്താണെന്ന് ഡോക്ടർ ജോസ് ടോൺ മലികശ്ശേരി
സൂചിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പിന്തുണ ഒരു പാർട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തങ്ങളെ പിന്തുണച്ചവരുടെ ആശയം നടപ്പാക്കുക അല്ലെങ്കിൽ ആഗ്രഹം നിവർത്തീകരിക്കുക എന്നത് അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ ഒരു ബാധ്യത തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തള്ളി പറയാത്തിടത്തോളം കാലം അത് ഒരു അപകടകരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയല്ലേ ശ്രീ ജോൺസൺ കുച്ചവർമ്മൻ? വളരെ അപകടകരമായ കൂട്ടുകെട്ടാണ്. ഞാനിവിടെ ഈ VD സതീശനെ മാത്രമല്ല ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസിന് എന്ത് പറ്റി, കോൺഗ്രസിൽ മറ്റു നേതാക്കന്മാർക്ക് എന്ത് പറ്റി? നിസ്സാര കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ മതത്തിൽ രാഷ്ട്രം ഇടപെടാൻ പാടില്ല, രാഷ്ട്രത്തിൽ എന്റെ മതവും ഇടപെടാൻ പാടില്ല. മതേതര രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കാഴ്ചപ്പാടാണത്. മതത്തിൽ രാഷ്ട്രം ഇടപെടാൻ പാടില്ല, രാഷ്ട്രത്തിൽ മതം ഇടപെടാൻ പാടില്ല. മഹാത്മാഗാന്ധിയെ ഏറ്റവും വലിയ നേതാവായി കാണുന്ന പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? ആ കോൺഗ്രസിന് മൗദൂദി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയതിന്റെ ചരിത്രം അറിയത്തില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇറാനിലും അടക്കം മതരാഷ്ട്രം ഉയർത്തിക്കൊണ്ടുവരുന്ന ഭീകരത, അവിടെ നടമാടുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾ, ക്രൂരതകൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയത്തില്ലായിരുന്നു. 2 ടേൺ പ്രതിപക്ഷത്തിരുന്നപ്പോ എല്ലാം കൊണ്ടും വിറളി കൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് നെറുകേടിനോടും ഒപ്പം ചേരുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സതീശൻ മാത്രമല്ല, കോൺഗ്രസ് മുഴുവൻ ജോലി പ്രതിക്കൂട്ടിലാണ്. കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. മതരാഷ്ട്രം അത്ര നിസ്സാരമല്ല. കോൺഗ്രസിന്റെ ആശയം എന്താ? ജനാധിപത്യമാണ്, മതേതരത്വമാണ്, സ്വാതന്ത്ര്യമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താ? ഇതിന് 3നും ഘടകവിരുദ്ധമാണ്. മതരാഷ്ട്രത്തിൽ എവിടെയാ ജനാധിപത്യം? ജനാധിപത്യപരമായിട്ടാണോ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത്? ജനാധിപത്യപരമായിട്ടാണോ ഖലീഫ ഗവർണറെ നിയോഗിക്കുന്നത്? അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ ഇല്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് അറിയത്തില്ലേ? 2 മതേതരത്വം, സ്ത്രീ സ്വാതന്ത്ര്യം അടക്കമുള്ള വിഷയങ്ങൾ. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ജനതയുടെ മുഴുവൻ സ്വാതന്ത്ര്യമല്ലേ? സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും കൊടുക്കുന്ന മതരാഷ്ട്രത്തെ കുറിച്ചാണോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്? ഒരാൾക്ക് 4 പെണ്ണ് കെട്ടാമെന്നും 4 ഭാര്യയെ സ്വീകരിക്കാമെന്നും എന്തെങ്കിലും അനിഷ്ടം തോന്നിയാൽ, ഒരു സിനിമയിൽ പറയുന്നത് പോലെ ബിരിയാണിക്ക് ഉപ്പില്ല എന്ന് തോന്നിയാൽ 3 പ്രാവശ്യം തലാക്ക് ചൊല്ലി പുറന്തള്ളാമെന്നും ഒക്കെ പറയുന്ന മതനിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? ഇത് കോൺഗ്രസിന് അറിയിച്ചില്ല. അപ്പൊ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് പറയുന്ന മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഹനിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണ സ്വീകരിച്ചിട്ട് അവർക്കിപ്പോൾ ആ നയമില്ല എന്ന് VD സതീശൻ പറയുമ്പോൾ, VD സതീശനോട് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, അങ്ങ് ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ പറയുന്നതോ, ഇവിടുത്തെ മാധ്യമങ്ങൾ വിമർശിക്കുന്നതോ, ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാർ പറയുന്നതോ ഒന്നും കേൾക്കണ്ട. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മുസ്ലിം മത നേതാക്കന്മാർ, സമസ്തയടക്കമുള്ള പണ്ഡിത സഭകൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള സമുദായ നേതാക്കന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതും സതീശൻ കേൾക്കണം. ഇപ്പോ ഈ കേരള യാത്രയ്ക്ക് ശേഷം ബഹുമാനനായ കാന്തപുരം മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു മുസ്ലിം നേതാവല്ലേ, ഒരു സമുദായ നേതാവല്ലേ? മുസ്ലിം സമുദായത്തിന്റെ ഒരു നേതാവിന് പോലും തിരിച്ചറിയാൻ അവർ എതിർക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തത്തെ. അപ്പോൾ അത് VD സതീശന് അറിയത്തില്ലാഞ്ഞിട്ടല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോ ഇടയ്ക്കൊരു പ്രാവശ്യം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ പ്രസംഗം കൊണ്ട് ലീക്കായത് ജോർജ് ഓർക്കുന്നുണ്ടോ? നമുക്ക് ഇനിയും പ്രതിപക്ഷത്തിരുന്നാൽ മുന്നോട്ട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ പണമില്ല എന്നുള്ള ഒരു വീഡിയോ ലീക്കായതല്ലേ?
അപ്പൊ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ ആരുടെയും ഒപ്പം കൂടുന്ന ഒരു രീതി അത് കോൺഗ്രസ് അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ പരാജയത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിന് ഒത്തിരി ജനവിരുദ്ധമായ സമീപനങ്ങൾ കൊണ്ട് വളരെ വലിയ എതിർപ്പുകൾ സമൂഹത്തിൽ സ്വീകരിക്കുന്നു. വലിയ എതിർപ്പുണ്ട്, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. അതിന്റെ ഗുണം കിട്ടേണ്ട കോൺഗ്രസിന് ആ ഗുണം കിട്ടാതെ പോകുന്നതിനുള്ള വഴിയാണ് സതീശൻ ഒരുക്കുന്നത്. സതീശൻ കോൺഗ്രസിന്റെയും രക്ഷകനല്ല, കോൺഗ്രസിന്റെയും രക്ഷകനല്ല, കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിലുള്ള മതേതര വിശ്വാസികളായ പരമ്പരാഗതമായി ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും ഉറക്കം മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരന് ഇത് സ്വീകരിക്കാൻ കഴിയുമെന്നാണോ കരുതിയിരിക്കുന്നത്? കേരളത്തിലെ ഏതാനും ജില്ലകളിലെ ഒരു സംഘടിത വോട്ട് ബാങ്ക് മാത്രം കണ്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്താൽ ബാക്കി സ്ഥലങ്ങളിലെ കോൺഗ്രസ് വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നാണോ അദ്ദേഹം കരുതിയിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാ. ചില മണ്ഡലങ്ങളിലൊക്കെ ഈ ബാന്ധവം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനോ, പക്ഷെ ഇത് വർഗീയതയാണെന്ന് കേരളം തിരിച്ചറിയും, ഒരു സംശയമില്ല. ജമാഅത്തെ ഇസ്ലാമി ലോകരാഷ്ട്രങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ മുഖം എന്താണെന്ന് സാമാന്യ ബോധമുള്ള ജനതയ്ക്ക് മുഴുവൻ അറിയാം. അവിടെ ജാതി മതമൊന്നും പ്രശ്നമല്ല. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ബഹുമാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ സാഹചര്യം, അവരുടെ നിലപാട് മതരാഷ്ട്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ജനവിഭാഗത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഇവിടെ മതമില്ലാതെ ജീവിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. സാമാന്യ ബോധമുള്ള ലോക വാർത്തകൾ കാണുന്ന വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയ്ക്ക് മുഴുവൻ തിരിച്ചറിയാം, ലോകത്ത് മുഴുവൻ ഈ ഭീകരവാദം വളർത്തുന്നത് ഈ വഹാബിസമാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി. മറ്റു രാഷ്ട്രമെടുപ്പം നമ്മുടെ ജേക്കബ് സാറ് വളരെ, ജോസഫ് മല്ലികശ്ശേരി സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ ഇന്ത്യ വിഭജന കാലത്തിൽ ഏതാണ്ട് 5 വർഷം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മൗദൂദി ഈ ജമാഅത്തെ ഇസ്ലാമി ആശയമായി മുന്നോട്ട് പോകുന്നത്. അതിനാദ്യം വേറോട്ടം ഉണ്ടായ രാജ്യമാണല്ലോ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താ ചോദിച്ചു? അവിടെ ജനാധിപത്യമുണ്ടോ? അവിടെ മതേതരത്വമുണ്ടോ? അവിടെ മതസ്വാതന്ത്ര്യമുണ്ടോ? അവിടെ സ്ത്രീകൾക്ക് തുല്യ നീതി ലഭിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? സ്ത്രീകൾക്ക് സമത്വമുണ്ടോ? അവിടെ ന്യൂനപക്ഷങ്ങൾ എപ്രകാരം കൊല്ലപ്പെടുന്നുവെന്ന് ബഹുമാന്യ മല്ലികശ്ശേരി പറഞ്ഞില്ലേ? ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ തീവ്രവാദം, ഈ ഭീകരത ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നില്ല എന്നാണോ സതീശൻ വിചാരിക്കുന്നത്? ബംഗ്ലാദേശിൽ ഇപ്പോൾ നടമാടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചേർവാഴ്ച ഇവിടുത്തെ ജനങ്ങൾ കാണുന്നില്ല എന്നാണോ സതീശൻ വിചാരിക്കുന്നത്? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുഴുവൻ ഭീഷണിയായി എവിടെയൊക്കെ ഭീകരരുണ്ടോ, ഭീകര പ്രസ്ഥാനങ്ങളുണ്ടോ അവർക്ക് മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും കൊടുത്തുകൊണ്ട് സഹായിക്കുന്നത് ഈ ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നില്ല, ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് സതീശൻ വിചാരിക്കുന്നത്. ഇത് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണല്ലോ. മതരാഷ്ട്രം വേണമെന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ലതേ അത്. നമ്മുടെ ഭരണഘടനയ്ക്ക് പകരം ഇവിടെ ഖുറാനിലെ നിയമങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന മതരാഷ്ട്രവാദം, അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം അത് കേട്ടതല്ലേ സതീശൻ? ഒന്ന് തിരുത്തി പറയാൻ ചങ്കുറ്റുള്ളൂ. സതീശനാണല്ലോ പറഞ്ഞത് അവരാ മതരാഷ്ട്രവാദം ഇപ്പോൾ അങ്ങനെ അവർക്കില്ല എന്ന്. അതിനുശേഷം ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു ഭാരവാഹി, ഒരു നേതാവ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തവും ലക്ഷ്യവും മതരാഷ്ട്രവാദം തന്നെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെടുത്ത നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവത്വം കോൺഗ്രസ്സുകാരനാണെങ്കിൽ, യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണെങ്കിൽ സതീശൻ കാണിക്കണം. യഥാർത്ഥ കോൺഗ്രസിനെ വർഗീയവാദി കോൺഗ്രസ് ആയിട്ട് ഞാൻ കാണുന്നു. യഥാർത്ഥ കോൺഗ്രസ് മതേതരവാദി, നമ്മുടെ രാഷ്ട്രപിതാവ് കണ്ട അതേ ആശയം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ കോൺഗ്രസ്. ആ കോൺഗ്രസ്സുകാർ ഒത്തിരി ഇവിടെ ഉണ്ട്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം മതത്തിനപ്പുറം സ്നേഹിക്കുന്നൊരു കോൺഗ്രസ് ഇവിടെ ഉണ്ട്. ആ കോൺഗ്രസിന്റെ മുഖം ഈ സതീശൻ പറയുന്ന മുഖമല്ല. അത് സതീശന്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. ഒന്ന് അധികാരം കിട്ടാൻ വേണ്ടി
ആരെയും ചുറ്റിപ്പിടിക്കുന്ന കോൺഗ്രസിന്റെ ഈ നേതാവിന്റെ രീതി ഉണ്ടല്ലോ, അത് കേരളം അംഗീകരിക്കില്ല ജോർജി, കേരളം അംഗീകരിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം അനുകൂലമാകേണ്ട സാഹചര്യത്തെ സതീശൻ കൊണ്ടുപോയി കടക്കൽ കത്തിവെച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ കുറെ കൂടെ ചർച്ചകൾ ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസിന് തന്നെ മനസ്സിലാവും ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം, അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായുള്ള ബാന്ധവം UDF-ന് ഗുണം ചെയ്തോ ഇല്ലയോ. ലീഗിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടല്ലോ. ലീഗിൽ സാധാരണ ഈ തങ്ങളുമാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരഭിപ്രായം പൊതുവേദി പറയാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് ലീഗിനെ വിമർശിച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു, ലീഗ് ശാന്ത സ്വഭാവം സ്വീകരിക്കുന്നുവെന്ന് പുറമെ ഭാവിക്കുമെങ്കിലും കേരളത്തിൽ വർഗീയത വളരുവാൻ അടിസ്ഥാനമിട്ടത് ലീഗ്. ഞാൻ പറഞ്ഞതല്ല, ആര്യാടൻ മുഹമ്മദ്. നമ്മുടെ പാലക്കാട് ശിഹാബ് തങ്ങൾ ബാബറി മസ്ജിദ് തകർത്തപ്പോ കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല, മതേതരവാദിയാണെന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ പിൻതലമുറ ലീഗിന്റെ നേതാവായപ്പോൾ ഹാജിയ സോഫിയ എന്ന് പറയുന്ന ആരാധനാലയം മുസ്ലിം മോസ്ക് ആക്കി മാറ്റിയപ്പോൾ അദ്ദേഹം ഇവിടെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ എഴുതി എന്ന് പറഞ്ഞാൽ ലീഗിനും വർഗീയ മുഖമുണ്ട് എന്നാണ് അതിനർത്ഥം. ജമാഅത്തെ ഇസ്ലാമിയുടെ വേരുകൾ ലീഗിലും പടർന്നിരിക്കുന്നു. ലീഗ് അങ്ങനെ മിതവാദമുള്ള കക്ഷിയൊന്നുമല്ല ഇപ്പോ. ലീഗിന് മിതവാദമില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ സമീപകാലത്തെ ഉദാഹരണമാണ് KM ഷാജിയുടെ പ്രസംഗം. ഒരു മതേതര പ്രസ്ഥാനത്തിന്റെ നേതാവാണെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും, മതമാണ് മതമാണ് മതമാണ്, അതാണ് ഞങ്ങൾ ഏറ്റവും മുഖ്യ അജണ്ട, അത് തന്നെയാണ് ലക്ഷ്യം, ആ സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതെന്ന് എങ്ങനെ ജനാധിപത്യത്തിൽ പറയാൻ കഴിയും ജോലി? ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവൻ എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും എല്ലാ സമുദായങ്ങൾക്കും നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടവരുണ്ട്. അല്ലാതെ സമുദായത്തിന്, അവന്റെ സമുദായത്തിന്, ഞാനിപ്പോ ക്രൈസ്തവ സമുദായത്തിന് നേട്ടം ഉണ്ടാക്കാനാണോ ഞാൻ ജനപ്രതിനിധി ആകേണ്ടത്? ജനപ്രതിനിധി ആകുന്നവൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന എങ്ങനെയാ ജോലി? ഞാൻ ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് സത്യം ചെയ്തു, എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ മുഴുവൻ അവകാശങ്ങളും നേടിയെടുക്കും എന്ന് പറഞ്ഞാണോ സത്യപ്രതിജ്ഞ? സത്യപ്രതിജ്ഞ എന്താ? ഒരു വിവേചനവും കൂടാതെ തുല്യമായി നീതിപൂർവം. അപ്പൊ KM ഷാജിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും? ഈ പുറത്ത് പ്രസംഗിച്ച രീതിയിൽ അവന്റെ സമുദായത്തിന് വേണ്ടിയാണ് അവൻ ജയിക്കുന്നതെങ്കിൽ എങ്ങനെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യും? അത്തരം തീവ്രവാദ ശക്തികളെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, മഹാത്മാഗാന്ധിയുടെ ചുടുനിണം കൊണ്ട് ഒപ്പിട്ട് ചാർത്തി കൊടുത്ത പ്രസ്ഥാനമല്ല ഈ കോൺഗ്രസ്. ഈ കോൺഗ്രസ് ആ മതേതര കോൺഗ്രസ് അല്ല. ഇത് മതത്തിന് അടിത്തറ ഉള്ള മതവർഗീയത വളർത്തുന്ന കോൺഗ്രസ്. അധികാരത്തിന് വേണ്ടി ഏത് വർഗീയതയോടും സമരസപ്പെട്ടു പോകുന്ന, ഏത് വർഗീയതയോടും ഒപ്പം ചേരുന്ന കോൺഗ്രസ് ആണിത്. ഇത് വലിയ അപകടമാണ്. BJP എന്ന് പറയുന്ന കക്ഷിയെ വർഗീയ കക്ഷി എന്ന് മുദ്ര കുത്തുന്നു. രാജ്യം ഇത്രമാത്രം വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ ആ വികസനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്നും BJP-യെ വർഗീയ കക്ഷി എന്ന് മുദ്ര കുത്തുന്നവർ ഇനി നെഞ്ചത്ത് കൈവച്ചിട്ട് കോൺഗ്രസ്സുകാർ എന്ന് പറയട്ടെ കോൺഗ്രസ് വർഗീയ കക്ഷിയല്ല എന്ന്. കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയോട് ബാന്ധവം നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാരൻ എങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും കോൺഗ്രസ് മതേതര പാർട്ടിയാണെന്ന്? ഇത് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്ന പ്രതിപക്ഷ നേതാവായി VD സതീശൻ മാറും, ഒരു സംശയമില്ല. ഒന്നാം ഘട്ടത്തിൽ ഇത്രയേ പറയുന്നു. വ്യക്തമാണ്. ഞാൻ അമലിലേക്ക് വരികയാണ്. നമ്മൾ ഈ മധ്യപൂർവേഷ്യയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായിരുന്ന ഇപ്പോൾ ലെബനോൺ തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളതെടുത്ത് നോക്കുമ്പോൾ ലെബനോനിൽ സംഭവിച്ചത് എന്താണ്? ആ ലെബനോന്റെ ഒരു പൊതു പൊളിറ്റിക്കൽ ധാരയിലേക്ക് ഇത്തരത്തിൽ ആശയം പേറുന്നവർ കടന്നു വരുന്നു. അവർ ഒറ്റയടിക്ക് അങ്ങ് കടന്നു വരികയല്ല ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളൊക്കെ സ്ഥാപിക്കുന്നു, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ പയ്യെ 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 ഒരു ഘട്ടത്തിൽ ഈ ആരുടെ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടാണോ അവർ അധികാരത്തിലേക്ക് വന്നത് അവരെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് രാഷ്ട്രീയമായിട്ട് അവർ കാഴ്ചവെക്കുന്നു. അങ്ങനെ ആ
രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം തന്നെ അവർ കീഴടക്കുന്നു. സമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ ഇവിടെയും ആവർത്തിക്കുന്നത്. അതായത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും പ്രാവർത്തികമാക്കുക, അതിനുള്ള ഒരു രാഷ്ട്രീയ പിന്തുണ കിട്ടുക എന്നീ ലക്ഷ്യങ്ങൾ ഈ പറയുന്ന സംഘടനകൾക്ക് ഇല്ലേ? പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക്. ശ്രീ അമൽ സിദ്ദീഖ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഈ സംഘടന അല്ലെങ്കിൽ ഈ സംവിധാനം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ആശയം എന്താണെന്ന് അടിസ്ഥാനപരമായിട്ടും ഒരു പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കണം. അതായത് പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു സംഘടനയെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നു. പലർക്കും കൃത്യമായിട്ട് അവരുടെ ആശയം എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, അതിനെപ്പറ്റി എത്രമാത്രം ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ടോ സംശയം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം സതീശൻ പോലെയുള്ള ഒരു പ്രമുഖനായ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വ്യക്തിക്ക് പോലും ഈ ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല, അവർക്കൊരു പുതിയ മുഖമുണ്ട്, അല്ലെങ്കിൽ അവരൊരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറയാൻ തക്ക തോന്നാനുള്ള ഒരു അദ്ദേഹത്തിന് സതീശന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സതീശന് ഈ സംഘടനയെ അല്ലെങ്കിൽ സംവിധാനത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സംശയമാണ് അവിടെ നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഗൂഗിളിലാണെങ്കിലും ചുമ്മാ ജമാഅത്തെ ഇസ്ലാമി നിന്ന് അടിച്ചു നോക്കുക. ഇപ്പം കാണുന്നവരാണെങ്കിലും പ്രേക്ഷകര് സാധിക്കുമെങ്കിൽ നിങ്ങളെ ഫോണിലൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഗൂഗിളിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈസ് ആൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ഫൗണ്ടഡ് ഇൻ 1941 ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബൈ ഇസ്ലാമിസ്റ്റ് ഓതർ തിയറിസ്റ്റ് സയ്യിദ് അബുൽ അല മൗദൂദി. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, who was inspired by the Muslim Brotherhood. മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് പ്രചോദനം ഉണ്ടായി സ്ഥാപിക്കപ്പെട്ടൊരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന. അത് പല രാജ്യങ്ങളിലായിട്ട് ഇന്നിപ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ പല നാടുകൾ, ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന നാടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഇന്ത്യയിൽ അതിനെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സംഘടന രൂപപ്പെട്ടതിന്റെ അടിസ്ഥാന ആശയം എവിടെ നിന്നായിരുന്നു? അത് മൗലാന മൗദൂദിയുടെ കയ്യിൽ നിന്നായിരുന്നു. ആ മൗദൂദിയെ ഇൻസ്പയർ ചെയ്ത് എന്തായിരുന്നു? അത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമായിരുന്നു. ഇനി എന്താണ് ഈ മുസ്ലിം ബ്രദർഹുഡ്, എന്തായിരുന്നു ആ ഒരു സംവിധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സാഹോദര്യം, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സ്വന്തം സഹോദരനായിട്ട് അവന്റെ ദേശവ്യത്യാസമില്ലാതെ, നാട് വ്യത്യാസമില്ലാതെ, രാജ്യവ്യത്യാസമില്ലാതെ കണക്കാക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ഗാസയില് ഒരു കുഞ്ഞിന് വേദനിച്ചാലും കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണരുന്നത്. അതേസമയം അവിടെ ഇറാനില് ഇപ്പം പ്രക്ഷോഭം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ മുസ്ലിം എന്ന് കഴിഞ്ഞിട്ട് ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭാഗമായിട്ടല്ലാത്തത് കൊണ്ട് അവിടെ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടാലും വലിയ പ്രതിഷേധങ്ങളൊന്നും കേരളത്തിൽ ഉയരുന്നില്ല. അപ്പൊ ഇസ്ലാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ചെറിയ വേദന പോലും അപര മുസ്ലിമിനും വേദന ആവുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് അവിടെ ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ആശയം എവിടുന്ന വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടങ്ങളിലും ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഖലീഫേനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോകമഹായുദ്ധത്തിന്. ആ ഒരു സാഹചര്യത്തില് ബ്രിട്ടീഷുകാര് നമ്മുടെ ഈ പറയുന്ന തുർക്കിയൊക്കെ കീഴടക്കുന്ന ഒരു കാലഘട്ടം, ഖലീഫേനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തില് കൃത്യമായിട്ടും ഖലീഫേനെ വീണ്ടും അവിടെ തങ്ങളുടെ നേതാവായിട്ട് കാണാൻ തക്ക വിധത്തിലേക്ക് ഈ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളെ ഒരുക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനമായിട്ടാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് അവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ വേരുകൾ എന്നോണം ഈ രാജ്യത്തും നാടുകളിലും ദേശങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ആരംഭം ഒക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം, ഏകദേശം ഒരു 90-80% തീവ്രവാദ സംഘടനകളിലെ വേര് പോകുന്നതും മുസ്ലിം ബ്രദർഹുഡിലേക്ക് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുണ്ടായി വന്ന ജമാഅത്തെ ഇസ്ലാമി ഇന്ന് രാജ്യത്ത് എന്താശയമാണ്, അല്ലെങ്കിൽ ഇന്നലകളിലും നാളെയും എന്താശയമാണ് പടച്ചുവിടുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ അവരുടെ ആശയം മതരാഷ്ട്രവാദം തന്നെയാണ്, ഇസ്ലാമികവൽക്കരിക്കുക, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് തന്നെയുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം. അവിടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇവരുടെ ഈ ഗൂഗിളിൽ തന്നെ നിങ്ങൾ നോക്കുക, ഇതിനകത്തുള്ള ആശയങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വ്യക്തികളുടെ ഒരു വ്യക്തിപരമായ ആശയത്തെക്കാൾ ഉപരിയായിട്ട് എന്താണ് ഇവരുടെ ആശയം എന്ന് പൊതുസമൂഹം അറിഞ്ഞിരിക്കുക. ചുമ്മാ ഗൂഗിളിലാണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കാണാൻ സാധിക്കും. അവിടെ കൃത്യമായിട്ട് പറയുകയാണ് എന്താണ് ഇവരുടെ പർപ്പസ്. ആ പർപ്പസ് പാൻ ഇസ്ലാമിസമാണ്, റിലീജിയസ് കൺസർവേറ്റിസം ആണ്,
ഇസ്ലാമിക് റിവൈവലിസം ആണ്, ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ആണ്, ഷിയ സുന്നി യൂണിറ്റി ആണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ആന്റി കമ്മ്യൂണിസം ആണ്. ആന്റി കമ്മ്യൂണിസം, ആന്റി സയോണിസം, ആന്റി ഇമ്പീരിയലിസം, ആന്റി വെസ്റ്റേണിസം. അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ, യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് ഇവരുടെ നിലപാടുകളെല്ലാം. അതോടൊപ്പം തന്നെ സയോണിസം, അതായത് ഇസ്രായേലിനെതിരെ എല്ലാ കാലഘട്ടത്തും എതിരായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ് ഇവരുടെ. ആന്റി കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിന് വരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു അടിസ്ഥാന ആശയമാണ് ഇവരുടെ. പക്ഷേ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് ഇറാനിൽ യുദ്ധം നടക്കുന്ന, അല്ലെങ്കിൽ ഇറാനിൽ പ്രക്ഷോഭം നടക്കുമ്പം അനങ്ങാതിരിക്കുന്നവര് ഇസ്രായേലിനെതിരെ അനങ്ങുന്നതിന്റെ കാരണം അവരുടെ ആശയത്തിൽ ഈ സയോണിസം ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവരുടെ ചോരയ്ക്ക് നിറം ചുവപ്പും മറ്റവരുടെ ചോരയ്ക്ക് നിറം മഞ്ഞയോ നീലയോ അങ്ങനെ ആയതുകൊണ്ടല്ല. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരുടെ അഫിലിയേഷൻസ് ഒക്കെ ആരുമായിട്ടാണെന്ന്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സംഘടനയെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഭയക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ പേടിക്കേണ്ടതായിട്ടുള്ള വാസ്തവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇവര് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യയും മഹാരാജ്യത്തും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കേരളത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രത്യേക സംഘടന കൃത്യമായ രീതിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതായത് SIO എന്ന് പറയും. പലപ്പോഴും നമുക്ക് കാണാം, ചില ചുവരുകളിലൊക്കെ ഇവരുടെ പോസ്റ്റേഴ്സ് കാണാം, ചില മീറ്റിങ്ങുകളുടെയും പരിപാടികളിലൊക്കെ കാണാം. ഇതെന്താണ് ഈ സംവിധാനം? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം, അതും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അവരെ ആകർഷിക്കത്തക്ക രീതിയിൽ അവരുടെ വിദ്യാലയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിന് തന്നെ ഗേൾസിന്റെ വരുന്നതാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, GIO. ഈ GIOയും SIOയും വഴി തന്നെ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ വലിയ ദേശീയ ഇസ്ലാമിക നേതാക്കളെയൊക്കെ നമ്മുടെ നാട്ടുകളിലെ കുട്ടികൾക്കും സൂമിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ പരിചയപ്പെടുത്തി അവർക്ക് സെമിനാർസുകൾ അറേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായ രീതിയിലേക്കുള്ള പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഈ ചെറുപ്രായത്തിലെ കുട്ടികളുടെ മനസ്സിലെ കൃത്യമായ രീതിയിലുള്ള ഒരു വർഗീയവൽക്കരണ സ്വഭാവം കൃത്യമായ രീതിയിൽ പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ചാർട്ട് ചെയ്ത് ഒരു സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലഘട്ടത്തിൽ. അതിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് ഈ തലമുറ അനുഭവിക്കാൻ പോകുന്നത്. കാര്യം തങ്ങൾക്ക് കൂട്ടുകാരായിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വർഗീയതയെ ഇവർക്ക് പലപ്പോഴും അളക്കാൻ കഴിയത്തില്ല. ആ കഴിയാതെ വളർന്നു വരുന്ന ഒരു തലമുറ എപ്പോഴോ ഏതെങ്കിലും ഒരു സമയമോ പറ്റിക്കപ്പെടാനോ ചതിക്കപ്പെടാനോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനോ സാധ്യത ഈ വിദൂരമല്ലെന്നുള്ളതേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതായത് കലാലയ വേദികളിലും കലോത്സവ വേദികളിലും ചില പ്രത്യേക വർഗീയവൽക്കരണ വിഷയങ്ങളിൽ മാത്രം അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നു. കലാസൃഷ്ടികളിലും പരിപാടികളിലും എന്തിനു പറയാം, സമ്മാനം കിട്ടുമ്പോൾ പോലും അവിടെ ചെയ്യുന്ന ഒരു ഷോയിൽ പോലും നമ്മുടെ ചില വർഗീയ സംഘടനകളിലെ അല്ലെങ്കിൽ ചില വർഗീയവാദികളുടെ മാത്രം ആശയങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് കലാലയങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ കലോത്സവ വേദികൾ മാറുന്നു. എന്തുകൊണ്ട് നൈജീരിയ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന പോലെയുള്ള ഒരു മേഖലകളിലോ അല്ലെങ്കിൽ മറ്റ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചിന്തയില് ഒരാൾ കൊല്ലപ്പെടുന്നതിലോ വേദന കൽപ്പിക്കാതെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ മാത്രം ഒരു വേദന കൽപ്പിക്കുന്ന രീതിയിലേക്ക് കലാലയങ്ങളും കലോത്സവങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ സ്വാധീനം ഈ SIO GIO പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമികളുടെ സംഘടനയ്ക്കുണ്ടെന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനോടുകൂടെ തന്നെ ഈ ചെറുപ്രായത്തിലെ വിദ്യാർത്ഥികൾ, ചെറു കുട്ടികളിൽ മാറ്റം വരുത്തുന്ന ഈ തലമുറയല്ലേ നാളെ ഈ രാജ്യത്തെ വളർത്തേണ്ടതും അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കേണ്ടതുമായിട്ട് വരുന്നത്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് അവരൊരു മുഖംമൂടി ഇട്ടും പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിലും കണ്ടത്. അതായത് മീഡിയ വൺ പോലെയുള്ള ചാനലിന്റെ ആരംഭം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ആ മീഡിയ വൺ, അതായത് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിലൂടെ കടന്നു വരാനായിട്ട് കഴിയാത്ത വണ്ണമുള്ള ഒരു ആശയത്തിൽ നിലനിൽക്കെ ഈ ആശയത്തിലൂടെയും ഇസ്ലാമികവൽക്കരണത്തിനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന സാധ്യത കണ്ടുകൊണ്ട് മീഡിയ വൺ പോലെയുള്ള ചാനലുകളെ സൃഷ്ടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ മാധ്യമങ്ങളിലൂടെ കടന്നു വരികയും അതോടൊപ്പം തന്നെ സിനിമാ മേഖലകളിലും കൃത്യമായ ഫണ്ട് ചെയ്തുകൊണ്ട് പല ആശയങ്ങൾക്കും തുടക്കമിട്ടാനായിട്ട് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞതും ജമാഅത്തെ ഇസ്ലാമികൾ പല നീക്കങ്ങൾക്കുമാണ്.
അപ്പം ആ രീതിയിൽ മുന്നോട്ട് തീവ്രമായ ഒരു ഇസ്ലാമികവൽക്കരണത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൃത്യമായി സ്വാധീനിക്കുകയും സാധിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി ജമാഅത്തെ ഇസ്ലാമി മാറി. മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലെ വർഗീയതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ ആ ചാനലിനെ നിരോധിക്കപ്പെട്ട സമയത്തും എങ്ങനെയാണ് ആ ചാനലിന് വേണ്ടി ഒരു ഉഗ്ര ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭങ്ങൾ ഇവിടെ അരങ്ങേറിയത്? എല്ലാ പ്രവർത്തകരും മീൻസ് രാഷ്ട്രീയ പ്രവർത്തകരും ഈ മീഡിയ വണ്ണിന് വേണ്ടി അനുകൂലിക്കുന്ന ശബ്ദങ്ങളായിട്ട് മാറി നമ്മൾ കണ്ടു. അവിടെ കോൺഗ്രസ് എന്നില്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് എന്നില്ല, മറ്റ് താൽക്കാലിക പാർട്ടികൾ എന്നില്ല, പല നേതാക്കളും എല്ലാം തന്നെ കൃത്യം പക്ഷെ ക്രൈസ്തവരുടെ കാര്യത്തിലോ മറ്റ് അംഗങ്ങളുടെ കാര്യത്തിലോ സമൂഹത്തിന്റെ കാര്യത്തിലോ മനുഷ്യന്റെ കാര്യത്തിലോ ശബ്ദം ഉയർത്താനായിട്ട് നമ്മൾ കാണുന്നില്ല. എത്രമാത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇൻഫിൽട്രേഷനും അത് സാമൂഹിക തലത്തിലേക്ക് അവർക്ക് എത്രമാത്രം പ്ലാനോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതിന്റെ ഉഗ്രമായ തെളിവാണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ കാണാതെ വരുന്ന ഒരു വിഷവാതകം പോലെയുള്ള ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളിലൂടെ അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് നടത്തുന്ന മാറ്റങ്ങള് വളരെ അപകടം പിടിച്ചതാണ്. അതിൽ വലിയ ജാഗ്രത സമൂഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് വരികയാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നു. ശ്രീ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഈ പല രാജ്യങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ആത്യന്തികമായിട്ട് അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അവരുടെ ആ ഒരു മാർഗവും എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യക്ഷത്തിൽ ഒരു തീവ്രമായിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്, ചാരിറ്റിയുടെ ഒരു ചട്ടക്കൂട്, അത്തരത്തിലുള്ള ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നേരത്തെ അമൽ സൂചിപ്പിച്ചത് മാധ്യമ മേഖലകൾ, അങ്ങനെ പല ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ ഒരു അച്ചടക്കത്തോടെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ അവർ അങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കും. അതൊരു പൊയ്മുഖം മാത്രമല്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു തന്ത്രം അവർ പയറ്റുന്നു? പക്ഷെ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ മറിച്ചാണ്, പാകിസ്ഥാനിൽ കാര്യങ്ങൾ മറിച്ചാണ്, ശ്രീലങ്കയിൽ കാര്യങ്ങൾ മറിച്ചാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു ഡിസിപ്ലിൻ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ ആ ഒരു പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി കേരളത്തിൽ അവർ പയറ്റുന്നു? അമല് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. ഒരു വിഷവാതകം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറമില്ലാത്ത മണമില്ലാത്ത ഒരു വിഷവാതകം സ്പ്രെഡ് ചെയ്യുന്നത് പോലെയാണ് ഈ സാധനം നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ വലിയ ഡെപ്തിലാണ് ഈ തീവ്ര ഇസ്ലാമിക ആശയം നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. കാരണം നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയല്ല എന്നാണ് സതീശനൊക്കെ ആഞ്ഞു പറയുന്നത്. ഈ സതീശനെ സംബന്ധിച്ചുള്ള പ്രശ്നം, അദ്ദേഹത്തിന് കോൺഗ്രസിൽ ജയിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയും കൂടി ആവാം. അപ്പം ഇത് രണ്ടും അദ്ദേഹത്തിന് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. കോൺഗ്രസ് ജയിച്ചാലേ അല്ലെങ്കിൽ UDF ജയിച്ചാലേ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് UDF ജയിക്കണം, ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രി ആവാന്നുള്ള ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം UDF ജയിച്ചാലേ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ, അതുകൊണ്ട് UDF ജയിക്കണം. അപ്പൊ UDF ജയിക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവണമെങ്കിൽ എന്ത് വേണം? UDF ജയിച്ചു, പക്ഷെ മുഖ്യമന്ത്രി ആണെങ്കിൽ അതിന് ക്ലെയിം വയ്ക്കാൻ കുറെ അധികം ആളുകളുണ്ടല്ലോ. അതിൽ തന്റെ ക്ലെയിം മാത്രം ഉയർന്നു നിൽക്കണമെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണം. മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് ഈ പറയുന്നത് പോലെ ഭയങ്കര ജനാധിപത്യ പാർട്ടിയാണ്, അതിനകത്ത് വർഗീയതയില്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. ഈ ഡിസ്കഷൻ എവിടുന്നാ തുടങ്ങിയത്? ഈ ഡിസ്കഷൻ തുടങ്ങിയത് AK ബാലൻ ഒരു മാറാട് കലാപത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോയിടത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ AK ബാലൻ മാറാട് കലാപത്തെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പം സതീശൻ കടന്നു പറഞ്ഞു, ഇവിടെ വിഷം കലക്കാനുള്ള ശ്രമമാണ്, വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ എവിടെയോ മറന്നുപോയ ഒരു സാധനം എടുത്ത് കലക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സതീശൻ കടന്ന് നിലവിളിക്കാൻ തുടങ്ങി. എന്താ മാറാട് കലാപത്തിന്റെ പ്രശ്നം? മാറാട് കലാപം ആര് ആർട്ടിട്ട് ചെയ്തതാണ്? മാറാട് കലാപം 2 വർഷം കൊണ്ട് സംഭവിക്കുകയുണ്ടായി. ഒന്നാമത് 2002-ലും 2003-ലും ഉണ്ടായി. 2002-ൽ ഉണ്ടായത് ഒരു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ ഒരു വഴക്കായിരുന്നു. അതിൽ മരിച്ചത് 5 പേരാണ്. അതിൽ ഹിന്ദുക്കളും മരിച്ചു, മുസ്ലിങ്ങളും മരിച്ചു. 3-2 ഒരു ഈക്വൽ സ്കോർ എന്ന് വേണേൽ കൂട്ടാം. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലം അത് സമാധാനത്തിൽ ഒത്തുതീർത്ത വിഷയമാണ്. 5-6 മാസം കൂടെ പോലീസുകാരൊക്കെ നോക്കി നിന്നു. പിന്നീട് പലതരത്തിൽ ചർച്ചകൾ ഉണ്ടായി, അത് തീർന്നു എന്ന് വെച്ച അവസാനിപ്പിച്ച സംഗതിയാണ്.
രണ്ടാമത്തെ വർഷം 2003 മാർച്ചില് 150-ലധികം മുസ്ലിങ്ങള് മീൻ പിടിച്ചിട്ട് വിശ്രമിക്കുന്ന ഹിന്ദുക്കളെ ആക്രമിച്ചതാണ് രണ്ടാമത്തെ മാറാട് കലാപം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ ആരെയും ഒന്നും ചെയ്ത കാര്യമല്ല. ഇവിടെ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ ആക്രമിച്ചു കൊന്നത്. കൃത്യമായിട്ടും മുസ്ലിങ്ങൾ ആയിരുന്നു അവിടെ ആക്രമണകാരികൾ. അത് കേസ് വഴി തെളിയിച്ചിട്ടുള്ളതാണ്, പിന്നീട് വന്ന അന്വേഷണ കമ്മീഷൻ തെളിയിച്ചിട്ടുള്ളതാണ്, എല്ലാവരും തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് പ്രതികൾ ആരായിരുന്നു? ഇതിനകത്തെ പ്രതികൾ മുസ്ലിം ലീഗുകാരായിരുന്നു. ഭൂരിഭാഗം പേരും മുസ്ലിം ലീഗുകാരായിരുന്നു, പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ഈ 3 കാറ്റഗറി പെടുന്ന ആളുകളാണ് ഇതിനകത്തെ പ്രതികളായിരുന്നവര്. അപ്പൊ ഈ നാട്ടിലെ വർഗീയവാദികൾ ആരെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് 62 പേരെ കീഴ്ക്കോടതി ശിക്ഷിച്ചു. പിന്നെ അഡീഷണൽ ആയിട്ട് 24 പേരെ കൂടി ഹൈക്കോടതി ശിക്ഷിച്ചു. അങ്ങനെ 96 പേര് ശിക്ഷിക്കപ്പെട്ടു. ഈ 96 പേരും ഈ പറയുന്ന കാറ്റഗറി പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാൻ കഴിയൂ എന്ന് സതീശൻ അറിയാം. അതുകൊണ്ടാണ് സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കയറി പിടിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നവരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വരുന്ന ഒരു 0.1% ആണ് എന്നൊക്കെ പല യൂട്യൂബർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ 0.1% അല്ല ഇത്. ഈ എൻ്റയർ മുസ്ലിം സമുദായത്തിൽ തുറന്നു കയറിയിട്ടുള്ള, ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷവാതകം പോലെ ഇവിടെ പടർന്നിട്ടുള്ള ഒരു സംഗതിയാണ്. രണ്ടാമത് വന്നത് നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു ന്യൂനപക്ഷവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് വർഗീയവാദി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ന്യൂനപക്ഷങ്ങളെല്ലാം തട്ടികൾ. വാസ്തവത്തിൽ ഇവിടെ ആരാ ന്യൂനപക്ഷം? സമുദായ ന്യൂനപക്ഷങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ കഴിഞ്ഞും ചെറിയ ന്യൂനപക്ഷം അല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായം? വെള്ളാപ്പള്ളി സമുദായത്തിന് അദ്ദേഹത്തിന്റെ ഈഴവ സമുദായത്തില് കേരളത്തിലെ ജനസംഖ്യയില് 23-24% ആളുകളെ ഉള്ളൂ. ഇനി NSS സമുദായത്തിലാണെങ്കിൽ 12-13% ആളുകളെ ഉള്ളൂ. നമ്മൾ ഈ സീറോ മലബാറുകാരെന്ന് പറയുന്നവരും 12-13% ഉള്ളൂ. ക്രിസ്ത്യാനികൾ 18% ഉണ്ട്. പക്ഷെ സീറോ മലബാറുകാർ അത്രേ ഉള്ളൂ. പക്ഷെ മുസ്ലിങ്ങള് 27% ഉണ്ട്. ആരാ ഇവിടെ ന്യൂനപക്ഷം? ഇവിടെ ന്യൂനപക്ഷം ഈഴവനും നായരും ക്രിസ്ത്യാനിയൊക്കെ തന്നെയാണ്. മുസ്ലിം അല്ല ന്യൂനപക്ഷം. 2047 ആകുമ്പോൾ ഞങ്ങൾ വിഴുങ്ങിക്കൊള്ളാം എന്നാണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ല, പുറപ്പുറത്ത് കയറി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇവിടെ ഷാജി പറയുന്നു മതമാണ് വലുത്. ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ, UDF ജയിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി ആയിരിക്കും ഭരണമെന്ന് അയാൾ ഇവിടെ പ്രഖ്യാപിച്ചതാണ്. പിന്നെ ബാക്കിയുള്ള സമുദായക്കാർ ഇവിടെ നിർവഹിക്കുന്നതാണ്. UDFകാര് ജയിച്ചു കഴിഞ്ഞാൽ ഷാജി കൃത്യതയോടെ ഡിഫൈൻ ചെയ്ത് വെച്ചതാ. പിന്നെ ബാക്കിയുള്ളവർ അതിനോട്ടിരിക്കണേ. ഇന്ന് ഈ പറയുന്ന മാറാട് കലാപം സംഭവിക്കുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി CPM-കാരന്റെ കൂട്ടുകാരനായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ്സുകാരന്റെ കൂട്ടുകാരനായത്. ഇവൻ സൗകര്യം പോലെ മാറി കൂട്ടുപിടിക്കും. ഇവന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിലാരും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കളിക്കും. ഞാൻ ശ്രീ ജോൺസൺ കുച്ചോറമ്മലിലേക്ക് വരികയാണ്. നമ്മൾ ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും അതിനോടനുബന്ധിച്ച് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കൾ വളരെ തന്ത്രപരമായിട്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും ഇങ്ങനെ മുഖം തിരിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ഇങ്ങനെ വഴി മാറ്റുന്നു. നമുക്കറിയാം, നീറുന്ന 100 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതൊന്നും പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നു. ഇതും തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. വികസനം ഇല്ലായ്മ പോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് വർഗീയത. പക്ഷേ ഈ വികസനം ഇല്ലായ്മ മറച്ചു പിടിക്കുവാനുള്ള ഒരു മൂടുപടമായിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ, ശ്രീ ജോൺസൺ കുച്ചോറമ്മൽ? ജോർജി, ഞാനിപ്പോ ഇരിക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിലാണ്. ഇന്ന് ഞാനിവിടെ നടക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയ്ക്ക് വന്നതാണ്. എന്റെ കൂടെ 2 കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്ത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുവാണ്, ഈ തമിഴ്നാടിന്റെ ജോൺസ് ഒരു 10-20 വർഷം കൊണ്ട്, നമ്മളൊക്കെ നേരത്തെ തൊട്ട് വരുന്നതല്ലേ, ഒരു 20 വർഷം കൊണ്ട് ഈ തമിഴ്നാടിനുണ്ടായ മാറ്റം എന്ത് മാറ്റമാണ്. ഞാൻ വരുന്നത് ഈ മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന തമിഴ്നാടിന്റെ മേഖലയിൽ കൂടെയാണ്. സമൃദ്ധമായ കൃഷിയിടങ്ങൾ, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ന്യായമായ കച്ചവടം എല്ലാം, വലിയ ഫാക്ടറികളും ഗോഡൌണും. തമിഴ്നാടിന്റെ വികസനം കണ്ടിട്ട് ഈ നേതാക്കന്മാർ എന്നോട് സൗഹൃദത്തോടെ സംസാരിച്ചതാണ്. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ? ഏതെങ്കിലും ഒരു മേഖല, കൃഷിക്കാരനാവട്ടെ, ചെറുകിട കച്ചവടക്കാരനാകട്ടെ, ചെറുകിട സംരംഭകരാകട്ടെ, ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ ഉള്ളവരാകട്ടെ, ആരെങ്കിലും ഹാപ്പിയാണ്? പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ തുടർ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ സംതൃപ്തരാണ്. ആരാണ് കേരളത്തിൽ സംതൃപ്തർ?
ഏതാനും രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ മക്കളും സംതൃപ്തരായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിൽ ഒരു ഗണത്തിലും പെട്ടവർ സംതൃപ്തരല്ല. ആ വിഷയമാണല്ലോ തെരഞ്ഞെടുപ്പുകളിൽ മാറ്റുരയ്ക്കേണ്ടത്. ആ വിഷയങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടുകൾ എന്താണ്, ഞങ്ങളുടെ സമീപനങ്ങൾ എന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എത്തരത്തിൽ അത് പ്രവർത്തിക്കും, ഈ പ്രശ്നങ്ങൾക്ക് എത്തരത്തിൽ പരിഹാരം കാണും, ഇതാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് കേരളത്തിൽ ചർച്ച ചെയ്യാനായിട്ട് എത്രയോ നാളുകളായി ജോർജി. ഓരോ തെരഞ്ഞെടുപ്പിനും ഏതെങ്കിലും ഒരു സ്ത്രീ പീഡനമോ മറ്റേതെങ്കിലും ഒരു ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്തുണ്ടാകുന്ന ഒരു വിഷയമോ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ജനശ്രദ്ധ മാറ്റിവിടാനുള്ള തന്ത്രം വളരെ ആസൂത്രിതമായി കേരളത്തിൽ നടക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയവും കൂടെ പറയാതെ പോകാൻ കഴിയില്ല. അതായത് ഈ വിഷയത്തിന്റെ ഗൗരവം ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല ജോലി. ജനാധിപത്യവും മതരാഷ്ട്ര നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് ജനം തിരിച്ചറിയണം. ജനാധിപത്യത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെയുള്ളൂ. മതരാഷ്ട്രത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇപ്പോ നമ്മുടെ ഈ ജമാഅത്ത് നേതാവ് പറഞ്ഞെന്താ? മതരാഷ്ട്രം വരുന്നത് മതം രാഷ്ട്രത്തിൽ മാത്രമേ ആരാധനകൾ പൂർണ്ണമായി പൂർത്തിയാക്കാൻ ആരാധനക്രമം പൂർണ്ണതയോടെ നിർവഹിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ക്രൈസ്തവ സമുദായത്തിന്റെ ആരാധന പൂർണ്ണമാകണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ: അനുരഞ്ജനപ്പെടണം. ആരോടും ശത്രുത ഉണ്ടാവരുത്, ആരോടും വിദ്വേഷം ഉണ്ടാകരുത്, ആരോടും പകയുണ്ടാകരുത്, ആരെയും വെറുക്കരുത്, ഉള്ളു ശുദ്ധമായിരിക്കണം. അവൻ സമർപ്പിക്കുന്ന ആരാധനയാണ് പൂർണ്ണമായ ആരാധന. ഇവിടെ അതല്ല. മതരാഷ്ട്രത്തിൽ മതനിയമപ്രകാരം നിയമിക്കപ്പെടുന്ന ഖലീഫയാൽ നിയമിക്കപ്പെടുന്ന മോസ്കിന്റെ അധികാരികളിലൂടെ മാത്രമേ ആരാധന പൂർത്തിയാവുകയുള്ളൂ. മതരാഷ്ട്രത്തിൽ ദേശീയത ഉണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം. എന്താണ് ദേശീയത? ഇവർ പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ ഒരു മലയുടെ അങ്ങേ വശമോ ഒരു മലയുടെ ഇങ്ങേ വശമോ അല്ലെങ്കിൽ ഇപ്പോൾ കൈവശമിരിക്കുന്ന ഭൂമിയോ അവിടുത്തെ ഒരു അധികാരമൊന്നും അല്ല ഒരു ദേശീയത. അവർക്ക് ഈ ദേശീയതയെ ഇല്ല. അവർ പറയുന്നത് ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രമാകണം, ലോകത്തൊരേ നിയമം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർവരമ്പുകളൊക്കെ അവർ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല. ലോകം മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാനോട് ചേരണം, ബംഗ്ലാദേശിനോട് ചേരണം, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനോടൊക്കെ ഇവർ ചേർന്ന് പോകുമ്പോൾ നമ്മൾ ഇതിൽ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ചർച്ചകൾ, അത് രാഷ്ട്രീയക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും ചെയ്യും. അനാവശ്യമായ ചർച്ചകളിലൂടെ കടന്നു പോകേണ്ട കാലഘട്ടമല്ല. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇന്ത്യ മഹാരാജ്യത്തിന് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, കേരളത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, എനിക്കുള്ള എന്റെ മതവിശ്വാസത്തിനോട് അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്കിവിടെ കൃഷി ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ മണ്ണിൽ എനിക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ? അത് ഞാൻ ഉറപ്പാക്കണ്ടേ ജോർജി? ഇനി വലിയൊരു ഭരണകൂടം വന്നാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നാളെ അവർക്ക് കിട്ടില്ല എന്ന് വരുമ്പോൾ അത് നമ്മൾ ഇപ്പോഴേ തടയാൻ തയ്യാറാവണ്ടേ? ഇപ്പോ മല്ലികശ്ശേരി സാറ് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ഭരണം ഉണ്ടാവുമ്പോൾ അവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഈഴവ സമുദായത്തിൽപ്പെട്ടവരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുമോ? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നമുക്കിന്ന് ന്യൂനപക്ഷമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ പതിവ് പ്രകാരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സ്ഥാപനങ്ങൾ, ഇവയൊക്കെ സ്വതന്ത്രമായി നടത്താൻ നമുക്ക് കഴിയുമോ? ഈ മതരാഷ്ട്ര നിയമപ്രകാരം നടത്താൻ കഴിയും? ഇതിന്റെയൊക്കെ ടെക്സ്റ്റ് ഡോസുകളാ മൂവാറ്റുപുഴയിലും ഒക്കെ സ്കൂളുകളിൽ നമ്മുടെ സെന്റ് റീത്താസിലും ഒക്കെ നടത്തിയത്. ഈ നിസ്കാര മുറികളും ഈ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികളും ഒക്കെ നടത്തിയതിന്റെ തുടക്കമാണ്. ആ തുടക്കം പൂർത്തീകരിക്കുന്നപ്പോഴാ ഈ പറഞ്ഞ മതത്തിന് വേണ്ടി ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നത് ഞങ്ങളുടെ മതത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവരെ നമ്മൾ പരസ്യമായി അധികാരത്തിലോട്ട് ഏറ്റിയാൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും. വ്യക്തമാണ്. ഞാൻ വളരെ അപകടമാണ്. വ്യക്തമാണ്. നമുക്ക് ചിന്തിക്കണം, തിരുത്തണം.
ഓക്കെ, ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് അമലിലേക്ക് വരികയാണ്. ചുരുങ്ങിയ സമയമുള്ളൂ, നമുക്ക് ഒരു 2 മിനിറ്റ്. അമലിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇപ്പോൾ SNDP നിലപാട് വ്യക്തമാക്കുന്നു, NSS അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു, ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങോട്ടാണ് ചായ്വ് എന്ന കാര്യത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നു. എനിക്ക് തോന്നുന്നു പിന്നോക്കം പോകുന്നത് ക്രൈസ്തവരാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടുകൊണ്ട് ക്രൈസ്തവർ ഒന്നടങ്കം, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊരു 2 മിനിറ്റ് സമയം. അമൽ. നിലവില് നമ്മൾ പലപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ചർച്ച ചെയ്യുകയും ചോദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് സഭ ആർക്കൊപ്പം നിൽക്കണം, സഭയുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭ ശരിക്കും വളർന്നിട്ടില്ല, അല്ലെങ്കിൽ സമുദായം ശരിക്കും വളർന്നിട്ടില്ല ഈ ഒരു വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈഴവ സമുദായത്തെ പോലെ, അല്ലെങ്കിൽ നായർ സമുദായത്തെ പോലെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ പോലെ ഇതുവരെയും ക്രൈസ്തവ സമുദായം വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. കാര്യം നമുക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാനായിട്ടോ ആ നിലപാടിനനുസരിച്ച് ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്നും വരാതെ, പൊതു നന്മയ്ക്ക് വേണ്ടിയും പൊതുവായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും വിട്ടുകൊടുത്തിരിക്കുന്ന ആ ഒരു നയത്തിലും നിലപാടുകളിലൂടെയാണ് നമ്മുടെ ഈ സഭയും സമുദായവും മുന്നോട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായ ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് തങ്ങൾ പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയ സംവിധാനത്തെ പിടിച്ചു കെട്ടാൻ തക്ക വിധത്തിലേക്ക് ഒരു കേരളത്തിൽ വളരാനായിട്ട് ഇനി സാധിക്കുമോ എന്നുള്ള സംശയമാണെങ്കിൽ പോലും അതിനുള്ള ഒരു ശ്രമം അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോഴും പലപ്പോഴും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവിടെ രാഷ്ട്രീയ ചിന്തകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സ്വന്തം സമുദായത്തെ ആൾക്കാരെ പോലും തള്ളിപ്പറയാനായിട്ട് മടിക്കാത്ത വണ്ണം ഇപ്പൊ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിട്ട് പലപ്പോഴും നമ്മളെ കാണാനായിട്ട് സാധിക്കും. കാര്യം കേരള കോൺഗ്രസ് എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി ഇവിടെയുണ്ട്, കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, BJP ഉണ്ട്. അപ്പം ഏറെക്കുറെ ക്രൈസ്തവരായിട്ടുള്ള ആളുകള് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമാണ്, കോൺഗ്രസിന്റെ ഭാഗമാണ്, കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗമാണ്, ഇപ്പം കുറെ പേര് BJPയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റി. പക്ഷെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴും തങ്ങളുടെ അവകാശത്തെ ആ രാഷ്ട്രീയ പാർട്ടികളിലൂടെ നേടിയെടുക്കാനായിട്ടോ ശബ്ദമുയർത്താനോ കഴിയാത്ത വണ്ണം മാറിയിരിക്കുന്നു ആ ക്രൈസ്തവ ശബ്ദങ്ങള്. അപ്പം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ശരിക്കും കൃത്യമായും ഉണരേണ്ട സാഹചര്യങ്ങള് ഇന്നാണ്, നാളെയാണ്, നാളത്തെ കഴിഞ്ഞാണ് എന്ന രീതിയിലേക്ക് അടിയന്തരമായിട്ട് ഓരോ ദിവസവും വെച്ചുകൊണ്ട് തന്നെ നമ്മള് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയോ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയോ ചെയ്യേണ്ടത് അടിയന്തരമായി സമുദായത്തിന്റെ നിലനിൽപ്പിലേക്ക് ചൂണ്ടുപറയായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ഇലക്ഷന്റെ സമയത്തും ആ ഇലക്ഷൻ സമയത്താകട്ടെ ഇലക്ഷൻ കഴിഞ്ഞാകട്ടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിശകലനവും വിശദീകരണവും ഒക്കെ നൽകിക്കൊണ്ട് സ്വന്തം സമുദായത്തെ ഉണർത്താൻ തക്ക വിധത്തിലേക്ക് സംഘടനാ സംവിധാനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. നമുക്കുണ്ട്, അൽമായ സംഘടനകളുണ്ട്. ഇപ്പൊ ഓരോ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ലാതെ മറ്റ് പെന്തക്കോസ്ത് സമൂഹങ്ങളാകട്ടെ, മറ്റ് ഓർത്തഡോക്സ് യാക്കോബ സമൂഹങ്ങളാകട്ടെ, കത്തോലിക്ക ഇതര സമൂഹങ്ങളാകട്ടെ, എല്ലാവരും തന്നെ കൃത്യമായിട്ടൊരു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്കും ആ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ന്യായവും നീതിയും പരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പൊതുസമൂഹത്തെ നോക്കിയാൽ കാണാൻ സാധിക്കും ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് വർഗീയ പ്രസ്താവനയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇവിടെ നിലനിൽക്കുകയാണ്. അതേസമയം ബിഷപ്പിനെതിരെയോ വൈദികനെതിരെയോ സംസാരിക്കാനായിട്ട് ഒരു ദാക്ഷിണ്യം കാണിക്കാത്ത മാധ്യമ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പൊ ക്രൈസ്തവനെതിരെ സംസാരിക്കാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാത്തവൻ ജമാഅത്തെ ഇസ്ലാമി എന്ത് വർഗീയ പരാമർശമാണ് നടത്തിയതെന്ന് ചോദിച്ച് വെള്ളപൂശാൻ നടക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വരുന്ന മാറ്റം എന്നുള്ളതാണ്. അതായത് എത്രമാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ ഒന്നും കാണാതെ, പ്രത്യക്ഷത്തിൽ ഒരു പ്രക്ഷോഭമോ കാര്യങ്ങളോ ഭീഷണിയോ ഒന്നും മുഴക്കാതെ മാധ്യമ പ്രവർത്തകരെയും കക്ഷി രാഷ്ട്രീയക്കാരെയും എല്ലാം തന്നെ വരുതിയിലാക്കാൻ തക്ക വിധത്തിലേക്കുള്ള സമ്മർദ്ദ ശക്തിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കത്തോലിക്ക സമുദായത്തിനും അതിന്റെ പകുതിയെങ്കിലും ചെയ്യാൻ കഴിയത്തില്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട്, ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറ്റാനായിട്ട്, നീതിക്കും ന്യായത്തിനും പൊതുസമൂഹത്തിനും നന്മയ്ക്ക്
ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള കത്തോലിക്ക സഭയും ക്രൈസ്തവരും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ വരുന്ന ഈ കാര്യങ്ങളിലൂടെ ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയിൽ ഊന്നിയ രീതിയിലേക്ക് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് കഴിയണം. അതിന്റെ അവസാന നാളുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയില്ലെങ്കിൽ നാളെ ഇതിലും അപകടകരമായ രീതിയിലായിരിക്കും നമ്മുടെ അവസ്ഥ. തീർച്ചയായിട്ടും ആ ഒരു ജാഗ്രത സമുദായ നേതാക്കളിലും സംഘടനകളിലും സഭാ നേതാക്കളിലും വിശ്വാസികൾക്ക് മൊത്തമായിട്ട് ഉണ്ടാകാൻ കഴിയട്ടെ. അതിനുള്ള ഒരു പ്രവർത്തനം നടത്താനായിട്ട് എല്ലാവരിലും ആവുന്ന രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കാനായിട്ട് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും എത്ര വലിയ കിരീടം തരാമെന്ന് പറഞ്ഞാലും വർഗീയ പാർട്ടികളുടെ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കട്ടെ. അത് ന്യൂനപക്ഷ വർഗീയത ആയിക്കോട്ടെ, ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ. തീർച്ചയായിട്ടും വികസനം ഇവിടെ ചർച്ചയാവട്ടെ. പ്രത്യേകം പ്രേക്ഷകരുടെ കാര്യം ഓർക്കുക, ഇത് തീവ്രവാദ നിലപാടെടുക്കുന്ന സംഘടനകളെ തുറന്നു കാണിക്കാനുള്ള ചർച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാനോ അങ്ങനെ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ പാർട്ടികളെ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ, വർഗീയ സംഘടനകളെ തുറന്നു കാണിക്കുക, അവരുടെ അപകടം തുറന്നു കാണിക്കുക. തീർച്ചയായിട്ടും അതിനാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. അവരെ അകറ്റി നിർത്തുവാൻ പൊതുസമൂഹത്തിന് സാധിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കട്ടെ. ഒപ്പം തീർച്ചയായിട്ടും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാനും ക്രൈസ്തവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ശ്രീ അമൽ സിറിയക്, മൂന്നുപേർക്കും നന്ദി.